ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്യാപ്ചയും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് കൊടുത്ത് അതേപോലെ തന്നെ സ്പിന്നർ, സ്ക്രാച്ച് അങ്ങനെ ഒരു 7-8ഓളം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് എങ്ങോട്ടാണോ വിഡ്രോ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ വിഡ്രോ ചെയ്യാനുള്ള സോഴ്സസും കാര്യങ്ങളൊക്കെയാണോ ഉള്ളത് അതിലേക്കെല്ലാം തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാങ്ക് ഉണ്ട്, അതുപോലെ UPI ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, പേപാൽ ഉണ്ട്, ബൈനാൻസ് ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക, അതായത് ഒരാളുടെ കൈ കാണേണ്ട എല്ലാത്തിലേക്കും തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. കുറച്ച് പഴയ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ആപ്ലിക്കേഷന്റെ പേര് വരുന്ന റിവാർഡ് കിങ് എന്നാണ്. മസ്റ്റ് ട്രൈ ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്ത് കൊടുത്തേക്കുക. അപ്പൊ നമുക്കവിടെ സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഏകദേശം 300 പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വിഡ്രോ ചെയ്യാനൊക്കെ 15 രൂപയ്ക്ക് ആയാൽ മതി നമുക്ക് വിഡ്രോ ചെയ്യാൻ. പിന്നെ ഒരു ഡെയിലി ടാസ്ക് നോക്കുക. 8 ഓപ്ഷൻസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഡെയിലി ചെക്ക് ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ ഡെയിലി ചെക്ക് പോയിന്റ് പിടിച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേനും നമുക്ക് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് അവിടെ ആഡ്സ് വന്നില്ലെങ്കിലും പോയിന്റ്സ് ആഡ് ആവും കേട്ടോ. പിന്നെ അവിടെ സ്ക്രാച്ച് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഏതായാലും ഇപ്പൊ ഇതിനകത്ത് ആഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയതേ ഉള്ളൂ. സോ ചിലപ്പോൾ അതിന്റെ കുഴപ്പമായിരിക്കും. ആഡ്സ് വന്നാലും ഇല്ലെങ്കിലും പോയിന്റ്സും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ആഡ് ആവുന്നതായിരിക്കും. അതോർത്ത് പേടിക്കേണ്ട. പോയിന്റ്സും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ആഡ് ആവുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ആഡ് കണ്ടാലേ ചിലതിന് നമുക്ക് പോയിന്റ്സ് കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനത്തെ സ്ക്രാച്ച്, സ്പിന്നും കാര്യങ്ങളൊക്കെ ഒരു 5 എണ്ണം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതായത് നമ്മൾ അവർ തരുന്ന ഒരു ആഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് 2.5 മിനിറ്റ് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവർ പറഞ്ഞ കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമും കൊണ്ട് തന്നെ ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന ആഡ്സും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ ഏതായാലും നിലവിൽ ആർട്സിന്റെ എന്നൊക്കെ നല്ല കുറവാണ്. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഈ സമയത്തിന്റെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഏതായാലും ആർട്സ് കുറവാണ്. ആർട്സ് ഉള്ള സമയത്ത് നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ ബാക്കിയുള്ള സംഭവത്തിനൊക്കെ ആർട്സ് വേണമെന്ന് നിർബന്ധമില്ല, പോയിന്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി. അതുപോലെ ക്യാപ്ച ടൈപ്പിംഗ് മെയിൻ ആയിട്ടുള്ളൊരു ഏണിംഗ് ഓപ്ഷനാണ്. മണ്ടേക്കോട്ടിരിക്കുന്ന ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് താഴെ എൻ്റർ ചെയ്ത് വാലിഡിറ്റി പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഇങ്ങനെ 10 എണ്ണം ഡെയിലി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത് നല്ലൊരു ഏണിംഗ് ഓപ്ഷനാണ്. പിന്നെ നോക്കുവാണെങ്കിൽ അവിടെ സ്പിൻ വീലാണ്. നമുക്കവിടെ സ്പിൻ ചെയ്തുകൊണ്ട് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പെർ സ്പിൻ ഇത്ര കോയിൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഒരു സ്പിന്ന് ചെയ്തതിനു ശേഷം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ കുറെ പെട്ടികൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആഡ്സ് വേണം. നമുക്കത് ആഡ് കണ്ടാലേ പെട്ടിക്കകത്ത് എന്തുണ്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചേരം ഇന്നിപ്പോ വന്നില്ലെങ്കിലും നാളെ ട്രൈ ചെയ്ത് നോക്കുക. ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ബാക്കി താഴെ കൊടുത്തിരിക്കുന്ന അത്യാവശ്യം എന്ത് വേണേലും നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ ആഡ്സ് പ്രോപ്പറായിട്ട് വരണം. ഓക്കെ, ഇപ്പൊ ആഡ്സിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് അവര് വൈകാതെ ഇന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരത് അപ്ഡേറ്റ് ആക്കും. അപ്പൊ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. ആഡ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ അവിടെ ഓഫർ വാളുണ്ട്. ഇതിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് ഏണിംഗ് ചെയ്യാൻ സാധിക്കും. പബ് സ്കെയിൽ, ആഡ്സൻസ് മീഡിയ, CPA ലീഡ്, ആഡ് ബ്രേക്ക് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഞാനിത് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ തന്നെ ആപ്ലിക്കേഷനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നോക്കുവാൻ അവിടെ സർവേ കൊടുത്തിട്ടുണ്ട്. സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. CPX സർവേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എക്സ്ട്രാ ബോണസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. അതായത് അവരുടെ ടെലഗ്രാം ചാനല്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് അവരൊന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്ലേ ഗെയിംസ് അത് നിങ്ങൾ നോക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം കുറച്ച് പാടാണത്. പിന്നെ നമുക്ക് അവിടെ മോറുണ്ട്. മോറിൽ പ്രത്യേകിച്ച് ഏണിംഗ് ഓപ്ഷൻ ഇല്ല. സോ അവിടെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരിക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പെർ ഇൻവൈറ്റ് 75 കോയിൻസ് അവർ തരുന്നുള്ളൂ. പക്ഷെ അതോടൊപ്പം അവർ ഏൺ ചെയ്യുന്നതിന് ഒരു 5% കമ്മീഷൻ തരുന്നുണ്ട്. അതേപോലെ തന്നെ അവര് ആദ്യത്തെ വിഡ്രോ ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്കൊരു 125 പോയിന്റ്സും കൂടെ കിട്ടുന്നതായിരിക്കും നമുക്ക്. പിന്നെ അവർ 5ാമത്തെ തവണ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് 300 പോയിന്റ്സും അവർ 10ാമത്തെ തവണ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് 1000 പോയിന്റ്സും കിട്ടുന്നതായിരിക്കും. 1000 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 രൂപയോളം വരും. ഓക്കെ,
അപ്പോൾ അവരത്ര വിഡ്രോ ചെയ്യണം. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആള് നല്ല ആക്റ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ കുറച്ച് ഹെഡ്സെറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ 500 ഇൻവൈറ്റ് ചെയ്യണം. അതൊക്കെ കുറച്ച് ഇമ്പോസിബിൾ ആയ കാര്യമാണ് സാധാരണക്കാർക്ക്. സോ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മാക്സിമം സെൽഫായിട്ടും കുറച്ച് പേരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്തായിട്ട് വാലറ്റിലേക്ക് വരിക. വിഡ്രോ ചെയ്യാനായിട്ട് കറക്റ്റ് എമൗണ്ട് ആ ഗ്രീൻ കളർ കൊടുത്തിട്ടില്ലേ, കറക്റ്റ് അവിടെ പറയുന്നുണ്ട് എത്ര എമൗണ്ട് എന്നും കാര്യങ്ങളൊക്കെ. നമുക്കവിടെ 2000 കോയിൻസ് ആവുമ്പോൾ തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ സാധിക്കും. UPI ആണെങ്കിൽ UPI ഉണ്ട്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ഉണ്ട്. എങ്ങോട്ടോ UPI ആണെങ്കിൽ UPI എൻ്റർ ചെയ്യുക, വിഡ്രോ ചെയ്യുക. വിത്തിൻ 5 or 10 minutes നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. ഇല്ലെങ്കിൽ മാക്സിമം 24 hours നിങ്ങൾക്ക് എന്താണെങ്കിലും പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. മാക്സിമം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് കുറച്ച് ലേറ്റ് ആയാലും പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. 2000 കോയിൻസ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 15 രൂപയും, പക്ഷെ നിങ്ങൾ 5000 കോയിൻസ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 50 രൂപയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ 5000 കോയിൻസ് ആയി വിഡ്രോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ഓപ്ഷൻ ഉണ്ട്, പേടിഎം ഉണ്ട്, പേപാൽ ഉണ്ട്, അതുപോലെ ബൈനാൻസ് ഉണ്ട്, ഗൂഗിൾ പേ റെഡീം കോഡ് ഉണ്ട്, ആമസോൺ ഉണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. സിമ്പിളായ ആപ്ലിക്കേഷൻ ആണ്, യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഉള്ള വേറൊരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.